നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെടിയുണ്ട എവിടെ, പീരങ്കി എവിടെ, മിസൈലുകൾ എവിടെ, തോക്കുകൾ അതെങ്കിലും ഉണ്ടോ? പാകിസ്ഥാൻ പട്ടാളം പാക് ഭരണകൂടത്തോട് ചോദ്യം ഉയർത്തി തുടങ്ങിയിരിക്കുന്നു. അതായത് കയ്യിൽ ഒരായുധവുമില്ലാതെ ഇന്ത്യയോട് പോരാടേണ്ട ഗതികേടിലേക്ക് പാക് പട്ടാളം എത്തുന്നു. ജമ്മുവിലെ സാംബ ജില്ലയിൽ 7 ഭീകരരെ അതിർത്തി സുരക്ഷാ സേന വധിച്ച വിവരം പുറത്തു വന്നിരുന്നല്ലോ. നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ജയ്ഷെ മുഹമ്മദ് ഭീകരരുടെ തലയരിഞ്ഞിട്ടു BSF. അപ്പോൾ തന്നെ മറ്റൊരു വിവരവും കൂടി പുറത്തേക്ക് വന്നിരുന്നു. നുഴഞ്ഞുകയറ്റക്കാർക്ക് സംരക്ഷണം നൽകിയത് പാക് സേനയാണ്. എന്നാൽ വെടിക്കോപ്പുകളില്ലാതെ വശം കെട്ട പാകിസ്ഥാൻ പട്ടാളം ഇന്ത്യൻ സൈനികർക്ക് നേരെ കയ്യിൽ കിട്ടിയ കല്ലും കമ്പുകളും വലിച്ചെറിയുന്ന വിചിത്ര കാഴ്ച, അതിന്റെ ദൃശ്യങ്ങളും പുറത്തേക്ക് വരുന്നു. ഭീകരരെ ഇന്ത്യയിലേക്ക് ഇറക്കി ചാവേർ ആക്രമണം നടത്താനാണ് പാക് പട്ടാളം കണക്കുകൂട്ടുന്നത്. ഇന്ത്യൻ സേനയെ വരിഞ്ഞു മുറുക്കാൻ ഈ വഴി മാത്രമേ മുന്നിലുള്ളൂ എന്ന് കണക്കുകൂട്ടിയാണ് പാക് പട്ടാളത്തിന്റെ മനോനില തെറ്റിയ പോലെയുള്ള പെരുമാറ്റങ്ങൾ. മതിയായ ആയുധങ്ങൾ പോലും പട്ടാളത്തിന്റെ കൈവശമില്ലെന്ന നാണം കെട്ട വിവരം പുറത്തേക്ക് വന്നതോടെ പാക് ഭരണകൂടം നാറി നിൽക്കുകയാണ്. ഇതുമാത്രമല്ല, പാക് പട്ടാളത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള കൊഴിഞ്ഞുപോക്കുണ്ടാകുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നു. അതായത് ഇന്ത്യ പേടിയിൽ, അതുപോലെ തന്നെ ആഭ്യന്തര കലാപങ്ങളിൽ ഭയന്ന് പാക് പട്ടാളത്തിൽ കൂട്ടരാജി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് രാജ്യാന്തര അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഉണ്ടായത്. ജമ്മു, പഠാൻകോട്ട്, ഉധംപൂർ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ 18 അടവും പയറ്റി തോറ്റ പാക് സേന ചാവേർ ആക്രമണ നീക്കം ശക്തമാക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ മുതൽ തുടങ്ങിയതാണ് നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ. എന്നാൽ എല്ലാത്തിനെയും കാലപുരിക്കയക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞു. വെടിയുണ്ടകളുടെ ക്ഷാമം പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. എന്നാൽ പാക് സൈനിക മേധാവി അസിം മുനീർ സേനയോട് പറഞ്ഞത്, നിങ്ങൾ പോരാട്ടത്തിൽ നിന്ന് പിന്മാറരുത്, അള്ളാഹു നമ്മളെ രക്ഷിക്കുമെന്നാണ്. ഇതിലും വലിയ കോമഡി ഈ നൂറ്റാണ്ടിൽ വേറെയില്ല. പാക് പട്ടാളത്തിന്റെ തന്നെ കസ്റ്റഡിയിലാണ് അസിം മുനീർ എന്നാണ് വിവരങ്ങൾ. അതായത് സുരക്ഷിത താവളത്തിലാണ്. അവിടെ ഇരുന്നു കൊണ്ടാണ് പോർക്കളത്തിലുള്ള പട്ടാളത്തോട് ഇന്ത്യക്കെതിരെ പോരാടൂ, അള്ളാഹു രക്ഷിക്കുമെന്ന് വെച്ചലക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാനുണ്ട് മുനീറെ. ജയ്ഷെ ലഷ്കർ ഭീകരർ ചത്തതിന് പകരം ചോദിക്കാനിറങ്ങിയ അൽ-ഖ്വയ്ദ വെല്ലുവിളിച്ചത്, ഇന്ത്യ നമ്മുടെ വിശ്വാസത്തിന് നേരെ, അള്ളാഹുവിന് നേരെ വാളെടുത്തിരിക്കുന്നു, നമ്മൾ തിരിച്ചടിക്കും, അള്ളാഹുവിനെ നമ്മൾ സംരക്ഷിക്കുമെന്നാണ്. അൽ-ഖ്വയ്ദ രക്ഷിക്കാനിരിക്കുന്ന അള്ളാഹുവിനെ തന്നെയാണോ സേന വിളിച്ചുകൊള്ളാൻ മുനീർ പറയുന്നത്? പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി ഇന്ത്യയെ നേരിടണം, അതുപോലെ തന്നെ സ്വന്തം രാജ്യത്ത് തന്നെ ഉയർന്നിരിക്കുന്ന വിഘടനവാദികളെ തച്ചു തകർക്കണം. എന്നാൽ എല്ലായിടത്തേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പാകിസ്ഥാൻ പട്ടാളത്തിന് കഴിയുന്നില്ല. പാക് പട്ടാളത്തിൽ വലിയ രീതിയിലുള്ള കൊഴിഞ്ഞുപോക്കുണ്ട്. പലരും ഭയപ്പെട്ട് രാജിവെച്ച് ഓടുന്നു എന്നാണ് വിവരങ്ങൾ. പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു പ്രധാനമന്ത്രി തന്നെ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ രക്ഷപ്പെട്ട് ബങ്കറിൽ ഒളിച്ച ആളാണ്. അപ്പോൾ പിന്നെ പാക് പട്ടാളത്തിന്റെ ഗതിയെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ പാകിസ്ഥാനിൽ വെടിക്കെട്ട് മറ്റൊരു വഴിക്കൂടെ നടക്കുകയാണ്. അതായത് ബലൂച്ച് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ പട്ടാളത്തിന്റെ അടിവേരിളക്കി മുന്നേറുകയാണ്. പാകിസ്ഥാനിൽ നിർണായക മുന്നേറ്റം നടത്തി ബലൂച്ച് ലിബറേഷൻ ആർമി നാടകീയമായ നീക്കത്തിലൂടെ ഇപ്പോൾ കൊറ്റയും പിടിച്ച് മുന്നേറുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. പാക് പതാക വലിച്ചെറിഞ്ഞുകൊണ്ട് ബലൂച്ച് പതാക ഉയർത്തിയിരിക്കുകയാണ് ബലൂച്ച് ആർമി. ഇന്ത്യ പാക് സംഘർഷം കടുക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ വൻതോതിലുള്ള ആക്രമണങ്ങൾ BLA അഴിച്ചുവിടുകയായിരുന്നു. പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ വിമതർ ശക്തമായ മുന്നേറ്റമാണ് നടത്തുന്നത്. വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരുന്ന പാകിസ്ഥാന്റെ പതാക പിഴുതെറിഞ്ഞ് സ്വന്തം പതാക സ്ഥാപിക്കുകയാണ് ഇപ്പോൾ ഇവർ. ബലൂച്ച് ജനത സ്വന്തം പതാക ഉയർത്തി തുടങ്ങിയിരിക്കുന്നു. നയതന്ത്ര പ്രവർത്തനങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് ബലൂചിസ്ഥാനിലേക്ക് ലോകം മാറ്റേണ്ട സമയമായി. പാകിസ്ഥാന് വിട, ബലൂചിസ്ഥാനിലേക്ക് സ്വാഗതം. സ്വതന്ത്ര ബലൂച്ച് പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയും എഴുത്തുകാരനുമായ മിർ-യാർ ബലോച്ച് കുറിച്ച വാക്കുകളാണ് ഇത്. BLAയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രഹരം പാകിസ്ഥാന് വലിയ തോതിൽ പ്രത്യാഘാതമുണ്ടാക്കുകയാണിപ്പോൾ. വ്യാഴാഴ്ച പകലും BLA പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ നടത്തിയ
ആക്രമണം വലിയ തോതിൽ പാക് പട്ടാളത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് അതിർത്തിയിൽ ഇന്ത്യ പാക് സംഘർഷം കനക്കുന്നതിനിടെ BLA വൻ മുന്നേറ്റം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം തടവുകാരനുമായി പോയ പാക് സൈന്യത്തിന്റെ വാഹനം BLA തടഞ്ഞിരുന്നു. തടവുകാരെ മോചിപ്പിച്ച ശേഷം 7 സൈനികരെയാണ് അവർ വധിച്ചത്. അതിനു മുൻപ് സൈനിക വാഹനത്തിനു നേരെ നടത്തിയ സ്ഫോടനത്തിൽ 20 സൈനികരെ കൊന്നെറിഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ BLA ക്വറ്റയിൽ ആധിപത്യം സ്ഥാപിച്ച് മുന്നേറാൻ തുടങ്ങിയത്. ഇപ്പോൾ ക്വറ്റയും കടന്ന് ഇപ്പുറത്തേക്ക് വരാനാണ് ബലൂജ് ശ്രമിക്കുന്നത്. ബലൂജ് വിമോചന പോരാട്ടം അടിച്ചമർത്താൻ പാകിസ്ഥാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി പരിശ്രമിക്കുന്നുണ്ട്. BLA പോരാളികൾക്കെതിരെ ക്രൂരമായ ആക്രമണങ്ങളാണ് പാക് സൈന്യം നടത്തിയിരുന്നത്. ബലൂജ് പോരാളികളെ പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കുകയോ ക്രൂരമായി ഉപദ്രവിക്കുകയോ വെടിവെച്ചു കൊല്ലുകയോ ആണ് ചെയ്തിരുന്നത്. സ്ത്രീകളെയും ഇക്കൂട്ടത്തിൽ ഉപദ്രവിച്ചിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയത്തിന് വലിയ പ്രാമുഖ്യം കിട്ടിയിരുന്നില്ല. ഇപ്പോൾ ഇന്ത്യ ആക്രമണം തുടങ്ങിയത് വഴി ബലൂജിന് ഒരു പിടിവള്ളി കിട്ടുകയും പാക് സൈന്യത്തിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയുമായിരുന്നു. തങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബലൂജ് ലിബറേഷൻ ആർമി ഇരച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പാകിസ്ഥാൻ ഏറ്റവും വലിയ അടി കിട്ടി നിൽക്കുന്നത് ഇന്ത്യക്കെതിരെ പോലും എടുത്തു പയറ്റാൻ ആയുധങ്ങളില്ല. അതിൻ്റെ കൂടെ ബലൂജ് ലിബറേഷൻ ആർമിയും കൂടി ഇറങ്ങിയാൽ എവിടെ നിന്ന് ആയുധങ്ങൾ ഉണ്ടാക്കും, എവിടെ നിന്ന് കിട്ടും, ആര് നൽകും എന്നുള്ള ഒരു ചോദ്യം ഉയർന്നിരിക്കുകയാണ്. മറ്റ് രാജ്യങ്ങൾ ആരും തന്നെ പാകിസ്ഥാന് ആയുധങ്ങൾ കൊടുക്കാൻ തയ്യാറായേക്കില്ല. കാരണം ഇന്ത്യയുമായി വളരെ മികച്ച നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങളൊന്നും തന്നെ പാകിസ്ഥാനെ സഹായിക്കാൻ മുന്നോട്ടേക്ക് വരില്ല. അതുകൊണ്ട് തന്നെ വെടിയുണ്ടകളും ആയുധങ്ങളും തോക്കുകളും ഒന്നുമില്ലാതെ പെടാപ്പാട് പെടുകയാണ് പോർക്കളത്തിൽ പാക് പട്ടാളം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.